ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ എനിക്ക് കുറച്ച് പറയാനുള്ളത് നോറയെ കുറിച്ചാണ്. ഇന്ന് രണ്ട് സംഭവങ്ങൾ നോറ ചെയ്തതിൽ ഒട്ടും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഇത് എൻ്റെ അഭിപ്രായമാണ്. അതായത് രാവിലെ ജാസ്മിൻ ജിൻഡോ പ്രശ്നത്തിൽ ആ ടിഷ്യൂ പേപ്പർ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുമ്പം ടിഷ്യൂ പേപ്പർ നീ അവിടെ ചുരുട്ടി കൂട്ടിയിരുന്നു, പോയി അത് വൃത്തിയാക്കി വെക്ക് എന്ന് പറഞ്ഞ ആ ഒരു വിഷയത്തിൽ അത് ആ ഒരു സംഭവം കഴിഞ്ഞ് എല്ലാവരും കൂടെ അകത്ത് കയറുമ്പോഴത്തേക്കും നോറ വന്ന് ജിൻഡോൻ്റെ മെക്കിട്ട് കയറുന്നുണ്ട്. ഇന്നെപ്പറ്റി എന്താ പറഞ്ഞിട്ട് വരുന്നത് എന്നാണ്. ഈ സംഭവം എന്താ പറഞ്ഞെന്ന് പോലും കാണുകയോ കേൾക്കുകയോ ചെയ്യാതെ അത് ജിൻഡോ ആണ് അകത്ത് കയറി വരുന്നതുകൊണ്ട് എന്തൊക്കെയോ നിലവിളിച്ചിട്ട് വരുന്നു. സോ എന്നെ പറ്റിയാണ് പറയുന്നുള്ളൂ. അവളെങ്ങ് ധരിച്ചു. അതുകൊണ്ട് ആ വള്ളി കയറി അങ്ങ് പിടിച്ചു അന്ന് കയറിക്കളയെ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ നോറ വായി തുറക്കുമോ? ഇത്രയും ഒരു പെണ്ണ് ഇത് കഴിഞ്ഞ ദിവസത്തെ എന്താ പറയുക ഒരു പണിഷ്മെന്റ് കൊടുത്ത് കിലുക്കത്തിലെ പൊട്ടിയായിട്ട് ഭ്രാന്തിയായിട്ട് ഒരു ഇത് പണിഷ്മെന്റ് കൊടുത്തില്ലേ, അതുപോലെ ചെയ്തിട്ടിരിക്കുമ്പോൾ ഭ്രാന്തിയായിട്ടാണെങ്കിൽ അത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുത്ത് ആ പെണ്ണിന് ഒരു മൂലക്കിരിക്കണം, നല്ല എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോട്ടെ എന്നുള്ളത്. വർത്തമാനം പറഞ്ഞ ഒരു കാര്യം കിട്ടിയാൽ മതി, അതിന് വിടിയല്ല. അവിടെ തൊണ്ട പൊട്ടുന്ന വരെ മൂക്ക് പിഴിഞ്ഞ് സൗണ്ടൊക്കെ അടച്ച് അവൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് എന്താ പറയുക മുഖമൊക്കെ അങ്ങനെ വീങ്ങി ക്യാമറയ്ക്ക് എത്ര സ്പേസ് കൊടുക്കാൻ പറ്റുമോ 100 ക്യാമറ ഉണ്ടെങ്കിൽ 100 ക്യാമറ നോറെ നോക്കുന്ന പോലെ സീൻ ക്രിയേറ്റ് ചെയ്യലാണ് മെയിൻ പണി. അല്ലാതെ അതിനകത്ത് വേറൊന്നുമില്ല. പർട്ടിക്കുലർ ആളുകളുടെ അടുത്ത് മാത്രമേ മെക്കിട്ട് കയറൂ, ബാക്കിയുള്ളവരുടെ അടുത്ത് കയറി കഴിഞ്ഞാൽ വിവരം അറിയും. സോ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ വരുന്നില്ല. വീണ്ടും ക്യാപ്റ്റൻ വിളിക്കുന്നു, ജിൻഡോ വിളിക്കുന്നു. ജാസ്മിൻ വന്ന് ഫുഡ് കഴിക്കുന്നു, വരുന്നു. നെവർ മൈൻഡ്. ജാസ്മിൻ കലിപ്പിലാണ് ഇരിക്കുന്നത്, മൈൻഡ് ചെയ്യുന്നില്ല. വീണ്ടും ജിൻഡോ വിളിക്കുന്നു, അവൾ പിന്നെയും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ജിൻഡോന്റെ ടോണും സോഫ്റ്റാണ്, അവർ നോർമലായിട്ടാണ് വിളിക്കുന്നത്. 2-3 തവണ വിളിക്കുന്നു, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ജിൻഡോ വിളിച്ചത്. അതിൽ നമുക്ക് എന്താ പറയുക മോശമായിട്ടൊന്നും തോന്നിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ തോന്നിയില്ല. വിളിച്ചു, ബാക്കി ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. സോ വിളിച്ചു, ജാസ്മിൻ വന്നില്ല, അത് ജാസ്മിൻ്റെ ഇത്. ജിൻഡോ വിളിക്കേണ്ടത് ജിൻഡോൻ്റെ കടമ. സോ അത് വന്നില്ല. അപ്പോഴത്തേക്കും നോറയുടെ ഇത് അവൾക്ക് പീരിയഡ്സ് ആണ്, അവൾക്ക് മൂഡ് സ്വിങ് ഇങ്ങനെ ഉണ്ടാകും, അതുകൊണ്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരേ അലമ്പ്. അവൾക്ക് പീരിയഡ്സ് ആണെന്നുള്ളത് ജിൻഡോയ്ക്ക് എങ്ങനെയാണ് അറിയുക? ഇവളെന്തിനാ ആ മാറ്റർ എടുത്തിടുന്നത്? എല്ലാവരും കൊണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുന്നത്, ഈ വോളിയം കുറയുന്നത്, ഈ എന്തെങ്ങനെ പെണ്ണാണെങ്കിൽ വല്ല ചീവീട് വായിക്കാത്തിരിക്കുന്ന പോലെയാണ് പെണ്ണ് തുള്ളിക്കൊണ്ട് സംസാരിക്കുന്നത്. എല്ലാവരും കൂടി നല്ല ആട്ട് വെച്ച് കൊടുത്തപ്പോൾ അങ്ങനെ ചമ്മി. അവരുടെ ഭാഷയിൽ പറഞ്ഞ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ടോക്ക് അവിടെയും ജിൻഡോ എന്ന വള്ളിയിൽ കയറി തൂങ്ങാണ്. വേറെ കണ്ടന്റ് ഇല്ല അവൾക്ക് കൊടുക്കാൻ. കുറച്ച് ദിവസം ജാൻമണിയായിരുന്നു, ആദ്യം വന്നപ്പോൾ ജിൻഡോ ആയിരുന്നു, അത് വിട്ട് കുറച്ച് ജാൻമണിയായി. മറ്റുള്ള ആരെടുത്തും അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നടക്കില്ല. ആരെടുത്തും ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നടക്കില്ല. അപ്പൊ ജിൻഡോ ആകുമ്പോൾ ചെണ്ടയാണ്, ഇരുന്ന് കൊട്ട. പക്ഷെ ഇപ്പോ നോറ പറയുന്ന ഒരു കാര്യത്തിലാണ് ജിൻഡോ ഇടപെട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ചെവി തല കേൾക്കില്ല എപ്പിസോഡ് നമ്മൾക്ക് കാണാൻ പറ്റാത്ത വിധം അവിടെ ഭയങ്കര സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി നോറ. ജിൻഡോ ആയതുകൊണ്ട് നിന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ ശാശു എന്ന് പറഞ്ഞ് വിട്ടു. പക്ഷെ ഈ പെണ്ണ് ഉടനെ ഹേർട്ടായി. കാരണം എല്ലാവരും കൂടി ചീത്ത പറഞ്ഞപ്പോഴാണ് ബോധം വന്നത്. അവിടെ എന്തോ വലിയ ആളാവാന്ന് നോക്കിയാണ്, ജാസ്മിന് വേണ്ടി ആളാവാൻ നോക്കിയാണ്. ഞാൻ ജാസ്മിന് വേണ്ടി പ്രതികരിച്ചു. അവളുടെ ഈ സിറ്റുവേഷനിൽ എനിക്കറിയാവുന്ന അവളുടെ ഈ മൂഡ് സ്വിങ് സിറ്റുവേഷനിൽ പീരിയഡ് ടൈമിൽ ഒരാൾ അറ്റാക്ക് ചെയ്തപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോമാളിത്തരം. അത്രേ എനിക്ക് പറയാനുള്ളൂ. യാതൊരുവിധ ഒന്നും അവിടെ ചെയ്യാനില്ല. കഴിഞ്ഞ ടാസ്കിനാരും തന്നെ എനിക്ക് വെറുത്തു പോയതാണ്. ഒരു ടാസ്ക് ചെയ്യാൻ പറഞ്ഞാൽ പോലും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അങ്ങനെ കരഞ്ഞ് പിടിച്ച് സീൻ ക്രിയേറ്റ് ചെയ്ത് ഈ കരഞ്ഞ് പിടിച്ച് ഇങ്ങനെ കരയുന്നതിനൊക്കെ ഒരു വിലയുണ്ട്. ഇത് ചുമ്മാ നാട്ടുകാരുടെ സിമ്പതി പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്തൊരു ടോപ്പിക് എടുത്തിട്ട് അതിനെ പിടിച്ച് വലിച്ച് റബ്ബർ ബാൻഡിനേക്കാളും വലിയൊരു നീളത്തിലേക്ക് കൊണ്ടുവന്ന് ഭയങ്കര സീൻ ക്രിയേറ്റ് ചെയ്ത് എല്ലാ ക്യാമറയും നോക്കിപ്പിക്കുന്ന പോലെയുള്ളൊന്ന് ആർക്ക് വേണം? ഇതിനൊക്കെ പിടിച്ച് പുറത്ത് കളയേണ്ട സമയമായെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ നോറയുടെ ഫാൻസുകാർക്ക് ഇഷ്ടമാണെങ്കിൽ നിലനിർത്തിക്കോളൂ, അത് നിങ്ങളുടെ താല്പര്യം. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാമല്ലോ. സോ അപ്പോൾ എനിക്ക് ഇന്ന് കൂടി ഇങ്ങനെ കണ്ടപ്പോൾ ഇതുവരെ ഞാൻ വീഡിയോയിൽ പർട്ടിക്കുലറായിട്ട് നോറ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇന്നത്തെ 2 സംഭവത്തിലും ആവശ്യമില്ലാത്ത ഒരു വള്ളി കയറി പിടിച്ചത്. എനിക്ക് നോറയുടെ ഭാഷയിൽ തന്നെ പറയുമ്പോൾ അൺവാണ്ടഡ് ആയിട്ട് തോന്നിയത്, എനിക്കത് പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതെൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി പിടിച്ചോളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.